ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപമാണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ അധ്യായം കുരുക്ഷേത്ര യുദ്ധകളത്തിലെ സൈന്യ നിരീക്ഷണം ഒന്നാമത്തെ അധ്യായമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുള്ളത് അർജുനൻ ഭഗവാനോട് യുദ്ധഭൂമിയുടെ മധ്യത്തിലായിട്ട്, ഇരു സൈന്യങ്ങൾക്കും മധ്യത്തിലായിട്ട് രഥം നിർത്തുന്നതിന് വേണ്ടി ഭഗവാനോട് നിർദ്ദേശിച്ചു. സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയ മേ അച്യുത. അല്ലയോ ഭഗവാനെ, രണ്ട് സൈന്യങ്ങൾക്കും മധ്യത്തിലായി നമ്മുടെ രഥം നിർത്തുക എന്ന് പറഞ്ഞു. ഭഗവാൻ അർജുനന്റെ നിർദ്ദേശം കേട്ടതിന് ശേഷം ഒന്നും തിരിച്ചൊന്നും പറയാതെ അർജുനന്റെ നിർദ്ദേശം അതേപടി അനുസരിച്ചു. സേനയോരുഭയോർ മധ്യേ സ്ഥാപയിത്വാ രഥോത്തമ ഏവമുക്ത ഋഷികേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർ മധ്യേ സ്ഥാപയിത്വാ രഥോത്തമ. രണ്ട് സേനയുടെയും മധ്യത്തിലായിട്ട് ഭഗവാൻ ആ രഥം, മഹത്തായിട്ടുള്ള ഉത്തമമായിട്ടുള്ള രഥം നിർത്തി. അതിനുശേഷം സമവേദാൻ കുരുനിധി, നീ രണ്ട് സൈന്യങ്ങളെ നോക്കിക്കാണുക എന്ന് മാത്രമായിട്ട് അർജുനോട് പറഞ്ഞു. അപ്പോൾ അർജുനൻ രണ്ട് സൈന്യങ്ങളെയും നോക്കിയ സമയത്ത് അർജുനൻ എല്ലാവരെയും തൻ്റെ ബന്ധുക്കളായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. യുദ്ധത്തിന് വന്നിട്ടുള്ള ഇരുപക്ഷത്തെയും വ്യക്തികൾ എൻ്റെ ബന്ധുക്കളാണ്, എൻ്റെ സുഹൃത്തുക്കളാണ്, എൻ്റെ ഗുരുക്കന്മാരാണ്, എൻ്റെ പിതൃക്കളാണ്, പിതാമഹന്മാരാണ്, മാതുലന്മാരാണ്. അല്ലെ, മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീസ്തത ശുശുരാൻ സുഹൃതശ്ചൈവ സേനയോരുഭയോരപി. സേനയ്ക്ക് രണ്ട് ഭാഗത്തും കാണുന്നത് എൻ്റെ ബന്ധുക്കൾ തന്നെയാണ്, എല്ലാവർക്കും ഞാനുമായിട്ട് ബന്ധമുണ്ട് എന്ന് അർജുനൻ മനസ്സിലാക്കി. ആ സമയത്ത് അവരോട് വലിയ ദയ തോന്നി. ഇവരെ കൊല്ലാനാണോ ഞാൻ ഇവിടെ വന്നു നിൽക്കുന്നത് അല്ലെ എന്നവർക്ക് തോന്നി, എന്ന് അർജുനനും തോന്നി. അപ്പോൾ ആ ദയ കൊണ്ട് അർജുനന് വലിയ ഭാവമാറ്റം ഉണ്ടായി. കൃപയാ പരയാവിഷ്ടോ വിഷീതന്യതമബ്രവീത്. അദ്ദേഹത്തിന് വലിയ കാരുണ്യമുണ്ടായി. ഇവിടെ യുദ്ധത്തിന് വന്നിട്ടുള്ള, ഈ യുദ്ധത്തിൽ കൊല്ലപ്പെടാൻ പോകുന്ന തൻ്റെ ബന്ധുക്കളോടും പിതൃക്കളോടും ഒക്കെ വലിയ കാരുണ്യം തോന്നി. അതിനുശേഷം ഭഗവാനോട് പറയുന്നതാണ് നമ്മൾ കണ്ടത്. വ്യത്യസ്ത കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അർജുനൻ, ഞാനിനി യുദ്ധം ചെയ്യുന്നില്ല, ഈ യുദ്ധം ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നച്ച ശ്രേയോ അനപശ്യാമി അത്വാ സ്വജനമാഹവേ ന കാംക്ഷേ വിജയം കൃഷ്ണ നച്ച രാജ്യം സുഖാനിച്ച. ഈ യുദ്ധം നല്ലതിനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ യുദ്ധത്തിന് ശേഷം യാതൊരു ഐശ്വര്യവും ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അല്ലെ, കാരണം എന്താണ്? എല്ലാവരും എൻ്റെ സ്വജനങ്ങളാണ്, എൻ്റെ ബന്ധുക്കളാണ്. അവർ തെറ്റ് ചെയ്തവരാണെങ്കിൽ പോലും അദ്വൈതാൻ ആദതായന, അവരൊക്കെ വലിയ ക്രിമിനലുകളാണ്, വലിയ ദ്രോഹം ചെയ്തിട്ടുണ്ട്, സമൂഹത്തിൽ ചെയ്യാൻ പാടില്ലാത്ത എല്ലാ കാര്യങ്ങളും അവര് ചെയ്തിട്ടുണ്ട്. ആ പാണ്ഡവ വംശത്തെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി പല രീതിയിലും അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അവർ ആദതായികളാണ്. പക്ഷെ എന്താണ്, എന്നാലും കുഴപ്പമില്ല എന്നാണ് അർജുനൻ പറയുന്നത്. കാരണം എന്താണ്? എല്ലാവരും എൻ്റെ ബന്ധുക്കളാണ്. സ്വജനം ഹി കഥം ഹത്വാ സുഖിനസ്യാമ മാധവ. എൻ്റെ ബന്ധുക്കളെ കൊന്നിട്ട് എനിക്ക് എങ്ങനെയാണ് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നത് എന്നാണ് അർജുനൻ ചോദിച്ചത്. അപ്പോൾ എല്ലാവരും എൻ്റെ ബന്ധുക്കളാണ്, ഗുരുജനങ്ങളാണ്. സ്വജനങ്ങളെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് യാതൊരു സുഖവും ഉണ്ടാവില്ല. മാത്രമല്ല, ഇവരൊക്കെ പാപികളാണെങ്കിൽ പോലും ഞാൻ യുദ്ധത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ എനിക്കും പാപം ലഭിക്കും. ഞാനും ഈ യുദ്ധത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ എനിക്കതിന്റെ പാപബലം ലഭിക്കും. പാപമേവാശ്രയേത് അസ്മാൻ അദ്വൈതാൻ ആദതായിന എന്ന് പറഞ്ഞു. അപ്പോൾ പാപബലം ഉണ്ടാകും. എല്ലാവരും സ്വജനങ്ങളാണ്. അതുപോലെ ഭാവിയിൽ യാതൊരു ശ്രേയസ്സും ഞാൻ ഈ യുദ്ധം കൊണ്ട് കാണുന്നില്ല എന്നൊക്കെ അർജുനൻ പറഞ്ഞു. അതിനുശേഷം അവസാനമായിട്ട് പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെ ഒരു വലിയ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വംശം മുഴുവൻ ഈ യുദ്ധത്തിനായിട്ട് വന്നു നിൽക്കുന്നുണ്ട്. കൗരവ വംശം മുഴുവൻ ഈ യുദ്ധത്തിനായിട്ട് വന്നു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് യുദ്ധം വലിയ നാശം വരുത്തി വെക്കും. യുദ്ധം എത്രത്തോളം പേരുടെ ജീവൻ എടുക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മുടെ കുലം മുഴുവൻ നശിച്ചു പോകും.
ആ കുലം നശിച്ചു കഴിഞ്ഞാൽ ആ കുലത്തിലുള്ള ധർമാചാരങ്ങൾ മുഴുവൻ നശിച്ചു പോകും. അങ്ങനെ ധർമാചാരങ്ങൾ നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന തലമുറ വർണ്ണസങ്കരമായിട്ടുള്ള തലമുറയായിരിക്കും. അങ്ങനെയുള്ള ഒരു വർണ്ണസങ്കര തലമുറയിൽ ജീവിക്കുന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള കാര്യമൊക്കെ അർജുനൻ പറയുന്നുണ്ട്. അപ്പോൾ അർജുനൻ അവസാനമായിട്ട് പറഞ്ഞ പോയിന്റ് വർണ്ണസങ്കരം ഉണ്ടാകുമെന്നാണ്. നമ്മുടെ കുലം നശിച്ചു പോകും, കുലം നശിപ്പിക്കുന്നതിന് ഞാൻ കാരണമാകും എന്നൊക്കെ അർജുനൻ പറഞ്ഞു. കുലക്ഷയെ പ്രണശ്യന്തി കുലധർമ്മ സനാതന ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണം അധർമ്മോ അഭിഭവത്തി. നമ്മുടെ ആ കുലപാരമ്പര്യം, ഓരോ കുലത്തിനും ഓരോ സമ്പ്രദായമുണ്ട്, ഓരോ പാരമ്പര്യമുണ്ട്, ധാർമ്മികമായിട്ടുള്ള രീതികളുണ്ട്. അതൊക്കെ പഠിപ്പിക്കുന്ന മുതിർന്ന വ്യക്തികളുണ്ട്. പക്ഷേ പിന്നീടുണ്ടാകുന്ന അവരൊക്കെ മരിച്ചുപോയി കഴിഞ്ഞാൽ, അവരൊക്കെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന തലമുറയ്ക്ക് ആ കുലധർമ്മങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലാത്ത അവസ്ഥ വരും. അവർക്ക് സംസ്കാര പ്രക്രിയയിലൂടെ കടന്നു പോകാൻ സാധിക്കാത്ത അവസ്ഥ വരും. അങ്ങനെ അവർക്ക് യാതൊരു സംസ്കാരവും ഇല്ലാത്ത അവസ്ഥയിലേക്ക്, അവർക്ക് സ്വഭാവശുദ്ധി കൈവരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. അങ്ങനെ യാതൊരു സംസ്കാരവും ഇല്ലാത്ത ഒരു തലമുറയിൽ ജീവിക്കുന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കും, അത് നരകതുല്യമായിരിക്കും എന്നാണ് അർജുനൻ പറയുന്നത്. അപ്പം ആ കുലധർമ്മം കൊണ്ടുണ്ടാവുന്ന ദോഷങ്ങളെ കുറിച്ച് അർജുനൻ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ 40-ാമത്തെ ശ്ലോകം വരെ വായിച്ചിട്ടുണ്ടായിരുന്നു. അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രീയ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണസങ്കര. അധർമ്മം വർദ്ധിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളുടെ സ്വഭാവശുദ്ധി ഇല്ലാതാകും. സ്വഭാവശുദ്ധിയുള്ള സ്ത്രീകളാണ് വിശ്വാസമുള്ള സമൂഹത്തിന്റെ അടിസ്ഥാനം എന്ന് പറയും. അപ്പോൾ സ്ത്രീകളെ ആശ്രയിച്ചാണ് വിശ്വാസമുള്ള ഒരു സമൂഹം പടുത്തുയർത്തുന്നത്. സ്ത്രീകൾ വിശ്വസിക്കാൻ കൊള്ളാത്തവരായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ സമൂഹത്തിന്റെ അടിത്തറ ഇളകിപ്പോകും എന്നാണ് പറയുന്നത്. അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രീയ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണസങ്കര. അങ്ങനെ വർണ്ണസങ്കര ജനറേഷൻ, വർണ്ണസങ്കരം, ആർക്കും വേണ്ടാത്ത കുട്ടികൾ ഉണ്ടാകാൻ തുടങ്ങും എന്ന് പറയും. അത് സമൂഹത്തിന്റെ അധപ്പതനത്തിന് കാരണമാകും. സമൂഹം നരകം പോലെ ഉള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകത്തിൽ ആ കാര്യമാണ് അർജുനൻ പറയുന്നത്. 41-ാമത്തെ ശ്ലോകത്തിൽ നമുക്കത് വായിക്കാം. ശങ്കരോ നരകായേവ കുലഘ്നാനാം കുലസ്യച പതന്തി പിതരോ ഹേഷാം ലുപ്തപിണ്ഡോദക ക്രിയ. വർണ്ണസങ്കര ജനറേഷൻ, വർണ്ണസങ്കര പോപ്പുലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദോഷങ്ങളെ കുറിച്ച് അർജുനൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അർജുനൻ ഭഗവാനോട് വിവരിക്കുന്നുണ്ട്. അതിലൊരു കാര്യമാണ് അർജുനൻ പറയുന്നത്. എന്താണ്? ശങ്കരോ നരകായേവ കുലഘ്നാനാം കുലസ്യച പതന്തി പിതരോ ഹേഷാം ലുപ്തപിണ്ഡോദക ക്രിയ. കുലക്ഷയം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണ്? അതിന്റെ പരിണിത ഫലം എന്തായിരിക്കും എന്നാണ് ഇവിടെ അർജുനൻ പറയുന്നത്. നമുക്ക് വായിക്കാം. ശ്ലോകം വിവർത്തനം ഭാവാർത്ഥം വായിച്ചതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. 41-ാമത്തെ ശ്ലോകം. പ്രഭുജി ഞാൻ വായിക്കട്ടെ? പ്രഭുജി ഞാൻ വായിക്കട്ടെ? ഹേമലത മാതാജി വായിച്ചു. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. ഓ നമോ ഭഗവതേ വാസുദേവായ. ഓ നമോ ഭഗവതേ വാസുദേവായ. ശങ്കരോ നരകായൈവ കുലജ്ഞാനാ കുലസ്യജ പതന്തി പിതരോഹേഷാം ലുപ്തപിണ്ഡോദകക്രിയഃ. വിവർത്തനം. ആവശ്യമില്ലാത്ത ജനവർദ്ധനയുണ്ടായാൽ കുടുംബങ്ങൾക്കും കുലപാരമ്പര്യങ്ങൾ കളഞ്ഞു കുളിച്ചവർക്കും ജീവിതം നരകതുല്യമാകുന്നു. അതമ്പതിച്ച കുടുംബങ്ങളിലെ പിതൃക്കൾ കാലം തോറും പിണ്ടമോ ഉദകക്രിയയോ കിട്ടായകയാൽ അതമ്പതിക്കും. ഭാവാർത്ഥം. കാമ്യകർമ്മങ്ങളിലെ വിധിയനുസരിച്ച് പിതൃക്കൾക്ക് യഥാകാലം പിണ്ടോദകക്രിയയുടെ ആവശ്യമുണ്ട്. ഇത് ചെയ്യുന്നത് വിഷ്ണു പൂജയിലൂടെയാണ്. വിഷ്ണു പ്രസാദം കഴിച്ചാൽ സർവ്വപാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. ചിലപ്പോൾ പിതൃക്കൾ പലതരത്തിലുള്ള പാപഫലങ്ങളാൽ കഷ്ടപ്പെടുകയായിരിക്കാം. മറ്റു ചിലപ്പോൾ സ്ഥൂല ശരീരം ലഭിക്കാതെ സൂക്ഷ്മ ശരീരത്തിൽ പ്രേതരൂപേണ വർത്തിക്കുവാൻ നിർബന്ധിതമായി തീരുകയും ചെയ്യുന്നു. ഈ പ്രസാദോച്ഛിഷ്ടം പിതൃക്കൾക്ക് അർപ്പിക്കുന്നത് കൊണ്ട് പ്രേതാവസ്ഥയിലും മറ്റുമുള്ള ക്ലേശങ്ങളിൽ നിന്ന് അവർ മുക്തരാകുന്നതുമാണ്.
പിതൃക്കൾക്ക് അങ്ങനെ ഒരു സഹായം ചെയ്യുന്നത് കുടുംബ പാരമ്പര്യമാണ്. ഭക്തിയുടെ ജീവിതത്തിലേർപ്പെടാത്തവർക്ക് വിധിച്ചതുമാണ്. കൃഷ്ണസേവനത്തിൽ ഒഴുകിയ ഭക്തന്മാർ ഇത് ചെയ്യേണ്ട ആവശ്യമില്ലാതാനും ഭക്തിഭരിതമായ ഭഗവത് സേവനം കൊണ്ട് തന്നെ ആയിരം പിതൃക്കളെ ക്ലേശമുക്തരാക്കാൻ അവർക്ക് കഴിയും. ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നു, ദേവർഷി ഭൂതത്തമൃണാം നകിങ്കരോനായ മണീശ്വരാജൻ സർവാത്മനായ ശരണം ശരണ്യം യഥോ മുകുന്ദം പരിഹത്യകർത്തം. കർത്തവ്യങ്ങളെല്ലാം ത്യജിച്ച് മുക്തിദാതാവായ മുകുന്ദന്റെ ചരണകർമ്മലങ്ങളിൽ അഭയം തേടിയവർക്ക്, സർവാത്മന ഈ ഭക്തിമാർഗം സ്വീകരിച്ചവർക്ക്, ദേവന്മാരോടാകട്ടെ, ഋഷികൾ, ജീവജാലങ്ങൾ, കുടുംബാംഗങ്ങൾ, പിതൃക്കൾ, മനുഷ്യർ എന്നിവരോടാകട്ടെ യാതൊരു കടപ്പാടുമില്ല. എല്ലാ ബാധ്യതകളും പരമദിവ്യോത്തമ പുരുഷനോടുള്ള ഭക്തിയുത സേവനത്താൽ സ്വയമേവ നിറവേറ്റപ്പെടും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ഹേമലത മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ അർജുന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഭഗവാനോട് സൂചിപ്പിക്കുന്നു. സമൂഹത്തിൽ വർണ്ണസങ്കരം ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ആർക്കും വേണ്ടാത്ത കുട്ടികളുണ്ടാകും, പക്ഷെ അവരെ സംസ്കാരികമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ആരും തയ്യാറാകുന്നില്ല. അങ്ങനെ സംസ്കാര പ്രക്രിയയിലേക്ക് കടക്കാൻ സാധിക്കാതെ വളരുന്ന കുട്ടികളെയാണ് വർണ്ണസങ്കരം എന്ന് പറയുന്നത്. അവരെ ശരിയായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകി ആത്മീയമായിട്ട് ഉയർത്താൻ ആർക്കും സാധിക്കുന്നില്ല. അങ്ങനെയുള്ള സംസ്കാര പ്രക്രിയയിലേക്ക് കടക്കാൻ സാധിക്കാത്ത കുട്ടികൾ, അങ്ങനെ ഒരു സാഹചര്യമില്ലാത്ത കുട്ടികൾ, അങ്ങനെയുള്ള ആർക്കും വേണ്ടാത്ത യഥാർത്ഥമായിട്ടുള്ള ആത്മീയ മാർഗത്തിലൂടെ കടന്നു പോകാത്ത കുട്ടികളെയാണ് വർണ്ണസങ്കരം എന്ന് പറയുന്നത്. ഈ വർണ്ണസങ്കരം ഉണ്ടായിക്കഴിഞ്ഞാൽ സങ്കരോ നരകായൈവ കുലഘ്നാനാം കുലസ്യച, ആ വർണ്ണസങ്കരം ആ തലമുറയിൽ പെടുന്ന കുട്ടികൾക്ക് ആരെയും വിശ്വാസം ഉണ്ടാവുകയില്ല, ആരെയും അനുസരിക്കേണ്ടത് ആവശ്യമാണെന്ന് അവർക്ക് തോന്നുന്നില്ല. സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിച്ചാൽ മതി, അതാണ് ജീവിതം എന്നാണ് അവർ വിചാരിക്കുന്നത്. ഞാൻ ആരെയും അനുസരിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് പ്രത്യേകിച്ച് നിയമങ്ങളോ ക്രമങ്ങളോ ഒന്നും പാലിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് എന്താണോ തോന്നിയത് ഞാൻ അതുപടി ചെയ്യും, ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം, അതാണ് ജീവിതം എന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ വർണ്ണസങ്കരം സമൂഹത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സമൂഹം നരകത്തിന് തുല്യമായിട്ട് തീരുമെന്നാണ് അർജുനൻ പറയുന്നത്. സങ്കരോ നരകായവ കുലഘ്നാനാം കുലസ്യച, അങ്ങനെയുള്ള ഒരു സമൂഹം നരകതുല്യമായിട്ട് തീരുമെന്ന് പറയും. മാത്രമല്ല, ആ വർണ്ണസങ്കരത്തിന് മറ്റുള്ളവരോട് യാതൊരു കടപ്പാടും ഉള്ളതായിട്ട് അവർക്ക് തോന്നുന്നില്ല. പിതൃക്കളോട് കടപ്പാടുണ്ട്, മാതാപിതാക്കളോട് കടപ്പാടുകളുണ്ട്, അവരുടെ ഗുരുക്കന്മാരോട് കടപ്പാടുണ്ട്, എല്ലാ ജീവജാലങ്ങളോടും മനുഷ്യന് കടപ്പാടുണ്ട്. പക്ഷെ ആ കടപ്പാടിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ സാധിക്കാത്ത മൃഗതുല്യമായിട്ടുള്ള ഒരു മാനസിക അവസ്ഥയായിരിക്കും, അവബോധമായിരിക്കും അവർക്ക് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹം നരകതുല്യമായി തീരുമെന്നാണ് പറയുന്നത്. മാത്രമല്ല, അവരുടെ പിതൃക്കളും സ്ഥിരമായിട്ട് നരകത്തിൽ ജീവിക്കേണ്ടി വരുമെന്നാണ് ഇവിടെ അർജുനൻ പറയുന്നത്. സങ്കരോ നരകായേവ കുലഘ്നാനാം കുലസ്യച വദന്തി പിതരോ ഹേഷാം ലുപ്തപിണ്ഡോദക ക്രിയാം. അവരുടെ പിതൃക്കൾക്ക്, അവരുടെ മുൻ തലമുറയ്ക്ക്, ഈ വർണ്ണസങ്കരത്തിന് കാരണമായിട്ടുള്ള മുൻ തലമുറയ്ക്ക് സ്ഥിരമായിട്ട് നരകത്തിൽ വസിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. വദന്തി പിതരോ ഹേഷാം, അവരുടെ പിതൃക്കളുടെ എല്ലാവിധ പുണ്യങ്ങളും പെട്ടെന്ന് നശിച്ചു പോകും. പിതൃക്കളുടെ പിന്നീടുണ്ടാകുന്ന തലമുറക്കാർ പുണ്യകർമ്മം ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭഗവാന്റെ സേവനമൊക്കെ ചെയ്യുകയാണെങ്കിൽ, അതിന്റെ ഒരു പുണ്യത്തിന്റെ ഫലം അവരുടെ പിതൃക്കൾക്കും ലഭിക്കും. പക്ഷെ സമൂഹത്തിൽ ആരും അടുത്ത തലമുറയിൽ നിന്നും ഒരു പുണ്യ പ്രവൃത്തിയും അല്ലെങ്കിൽ ഭഗവത് സേവനം ഒന്നും, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പിതൃക്കൾക്കും പെട്ടെന്ന് പുണ്യം ക്ഷയിച്ചു പോകും. അങ്ങനെ പിതൃക്കൾക്കും കഷ്ടപ്പെടേണ്ടി വരുമെന്നാണ് പറയുന്നത്. പതന്തി പിതരോ ഹേഷാം ലുപ്തപിണ്ഡോദക ക്രിയ, അവർക്ക് എന്ത് കിട്ടുന്നില്ല, സമയാസമയങ്ങളിൽ കിട്ടേണ്ട
ഉദകക്രിയ ലഭിക്കാതെ പോകും. ആവശ്യത്തിന് പിണ്ടസേവനം ഒന്നും ലഭിക്കാതെ പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പിതൃക്കളുടെ ജീവിതവും നരകത്തിന് തുല്യമായിട്ട് മാറും എന്നാണ്. അവർ ഏത് ലോകത്തിലാണെങ്കിലും, അവർ പിതൃലോകത്തിലോ അല്ലെങ്കിൽ അവര് വേറെ ഏതെങ്കിലും ശരീരത്തിലോ ആയിരിക്കാം. അപ്പോൾ അവരുടെ പിന്നീടുള്ള തലമുറക്കാർ, പിൻതലമുറക്കാർ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉദകക്രിയയും ഒന്നും ചെയ്യാത്തത് കൊണ്ട് അവരുടെ ജീവിതവും കൊടിയ ദുരിതത്തിലായിട്ട് മാറും എന്നാണ് പറയുന്നത്. ഇവിടെ ശിലപ്രഭാതർ പിതൃക്കൾ പല അവസ്ഥയിലുണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. ശിലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട്. മരിച്ചുപോയ പിതൃക്കൾ എവിടെയൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ പിതൃക്കൾ പലതരത്തിലുള്ള പാപഫലങ്ങളാൽ കഷ്ടപ്പെടുകയായിരിക്കാം. പിതൃക്കൾ വേറെ ഏതോ ലോകത്തിലായിരിക്കാം. മരിച്ചുപോയ അച്ഛൻ, അമ്മ, അവർക്കൊക്കെ വേറെ ഏതെങ്കിലും ശരീരം കിട്ടിയിട്ടുണ്ടാവും. അവർ വേറെ ഏതെങ്കിലും ശരീരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ എന്നാലും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മക്കൾ എന്തെങ്കിലും പുണ്യകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫലം അവർക്ക് ലഭിക്കും. പക്ഷെ ഈ വർണ്ണസങ്കര ആളുകൾക്ക് അതിലൊന്നും വിശ്വാസം ഉണ്ടാവുകയില്ല. മരിച്ചുപോയാൽ പോയി, പിന്നെ തീർന്നു എന്നാണ് അവർ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഈശ്വരനൊന്നുമില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ സ്വന്തം ഇന്ദ്രിയ തൃപ്തിയിൽ മാത്രം ഒഴുകി അവർ കർമ്മങ്ങളിൽ മാത്രം ഒഴുകുന്നത് കൊണ്ട് അവരുടെ പിതൃക്കൾക്കും വലിയ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. ചിലപ്പോൾ പിതൃക്കൾ പല തരത്തിലുള്ള പാപഫലങ്ങളാൽ കഷ്ടപ്പെടുകയായിരിക്കാം. അവരുടെ സ്വന്തം പാപഫലങ്ങൾ ഉണ്ടാകും. അതേപോലെ അവരുടെ പിൻതലമുറക്കാർ പാപങ്ങളിൽ മുഴുകിയത് കൊണ്ട് അതിന്റെ ഒരു ഫലം അവർക്ക് ലഭിക്കും. പുണ്യം ചെയ്തു കഴിഞ്ഞാൽ അത് ലഭിക്കും, പാപം ചെയ്തു കഴിഞ്ഞാൽ അതാണ് ലഭിക്കുന്നത്. കാരണം അവരൊന്നും പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ്, അവർ ശരിയായിട്ടുള്ള മാർഗനിർദ്ദേശം കൊടുക്കാത്തത് കൊണ്ടാണ് ഈ തലമുറ അധപ്പതിച്ചു പോകുന്നത്. അതിന്റെ ഉത്തരവാദിത്വത്തിന്റെ ഒരു പങ്ക് അവർക്കുമുണ്ട്. അപ്പോൾ അവരും ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഇനി മറ്റു ചില പിതൃക്കൾ അവർ ചിലപ്പോൾ പ്രേതരൂപത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. മറ്റു ചിലർ ചിലപ്പോൾ സ്ഥൂല ശരീരം ലഭിക്കാതെ സൂക്ഷ്മ ശരീരത്തിൽ പ്രേതരൂപേണ വർത്തിക്കുവാൻ നിർബന്ധിതരായിത്തീരുകയും ചെയ്യുന്നു. ചില പിതൃക്കൾക്ക് ശരീരം പോലും ലഭിച്ചിട്ടുണ്ടാവില്ല. കാരണം കൊടിയ പാപങ്ങളൊക്കെ ചെയ്തിട്ടുള്ള പിതൃക്കളാണെങ്കിൽ അവർക്ക് പുതിയൊരു ശരീരം ലഭിക്കാൻ പോലും യോഗ്യതയില്ലാതെ അലഞ്ഞു നടക്കുന്നുണ്ടാവും. അതിനാണ് പ്രേതം എന്ന് പറയുന്നത്. ജീവാത്മാവും മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഉണ്ടാവും, പക്ഷെ പുതിയൊരു ശരീരം കിട്ടിയില്ല. ഉള്ള ശരീരം ഉപേക്ഷിച്ചു, പുതിയ ശരീരം ലഭിച്ചില്ല. പ്രധാനമായിട്ടും പ്രേതരൂപത്തിൽ നിൽക്കാൻ കാരണം ഒന്നുകിൽ ആത്മഹത്യ ചെയ്ത ആളുകൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ വലിയ രീതിയിൽ ദ്രോഹിക്കുന്നവര്, അതായത് കൊലപാതകങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവർ, അങ്ങനെയുള്ളവർക്ക് പുതിയ ഒരു ശരീരം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്? ആത്മഹത്യ ചെയ്തവർക്ക് പുതിയൊരു ശരീരം പെട്ടെന്ന് കിട്ടുകയില്ല. അവർക്ക് കിട്ടിയ മനുഷ്യ ശരീരം അവർ നശിപ്പിച്ചു കളഞ്ഞു, സ്വയം നശിപ്പിച്ചു കളഞ്ഞു. മനുഷ്യ ജന്മത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ അവർ ആ മനുഷ്യ ശരീരം നശിപ്പിച്ചു. അതുകൊണ്ട് അവർക്ക് പെട്ടെന്നൊരു ശരീരം കിട്ടുകയില്ല. ഇനി വലിയ വലിയ കൊലപാതകങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തവർക്കും പുതിയ ശരീരം കിട്ടുകയില്ല. കാരണം എന്താണ്? അങ്ങനെ അവർക്ക് വീണ്ടും ശരീരം കിട്ടിക്കഴിഞ്ഞാൽ അവർ വീണ്ടും ഇങ്ങനെയുള്ള പ്രവണതകളൊക്കെ ചെയ്യും, മറ്റുള്ളവരെ ഉപദ്രവിക്കും. അപ്പോൾ അവർക്കും പുതിയ ശരീരം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ പുതിയൊരു ശരീരം കിട്ടാതെ അലഞ്ഞു നടക്കുന്നവരെയാണ് പ്രേതങ്ങൾ എന്ന് പറയും. സൂക്ഷ്മ ശരീരത്തിൽ ഇരുന്ന് നടക്കും. അവർക്ക് ബോധമുണ്ടാവും, അവർക്ക് എല്ലാവരെയും കാണാൻ സാധിക്കും, അവർക്ക് അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ കാണാം, എല്ലാവരെയും കാണാം, അവർ പറയുന്നതൊക്കെ കേൾക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം ഈ ഭൗതിക ലോകത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇന്ദ്രിയങ്ങൾ വേണം, ഭൗതികമായിട്ടുള്ള ശരീരം വേണം. അപ്പോൾ അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരിക്കും. ഒരു ആഗ്രഹവും നിറവേറ്റാൻ നിവൃത്തിയില്ല. ഏതെങ്കിലും ഭൗതിക ലോകത്തിൽ ഏതെങ്കിലും ആഗ്രഹം നിറവേറ്റണമെങ്കിൽ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ വേണം. ഭക്ഷണം കഴിക്കണമെങ്കിൽ ഭൗതികമായിട്ടുള്ള നാക്ക്, വായ, ഇങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളൊക്കെ വേണം. സംസാരിക്കണമെങ്കിൽ നാക്ക് വേണം. അതേപോലെ കേൾക്കണമെങ്കിലും കാണണമെങ്കിലും മറ്റുള്ളവരോട് സംസാരിക്കണമെങ്കിലും മറ്റുള്ളവർക്ക് അത് കാണണമെങ്കിലും ഭൗതികമായിട്ടുള്ള ശരീരം വേണം. അതൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, പക്ഷെ അതൊന്നും നിറവേറ്റാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും.
അത് വലിയ ക്ലേശപൂർണമായിട്ടുള്ള ജീവിതമാണ് എന്നാണ് പറയുന്നത്. പ്രേത ജീവിതം എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ആഗ്രഹങ്ങൾ വന്നു നിറയും മനസ്സുള്ളത് കൊണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് അവരുടെ പുത്രന്മാർ പിണ്ടോദക ക്രിയ അവർക്ക് വേണ്ടി വർഷാവർഷം പിണ്ടോദക ക്രിയ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിന്റെ പുണ്യം ലഭിക്കും. അവരുടെ പാപങ്ങൾ കുറെ കുറയാൻ തുടങ്ങും. കാരണം എന്താണ്? പിണ്ടോദക ക്രിയയിൽ നൽകുന്നത് വിഷ്ണു പ്രസാദമാണ്, വിഷ്ണുവിന് സമർപ്പിച്ചിട്ടുള്ള ഭക്ഷണമാണ്, നിവേദ്യമാണ്. ആ നിവേദ്യം ചെയ്തതിന്റെ പ്രസാദമാണ് അവർക്ക് കൊടുക്കുന്നത്. വിഷ്ണു പ്രസാദം കിട്ടുന്നത് കൊണ്ട് അവരുടെ പാപങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ അങ്ങനെ ഒരു ആശ്വാസം അവർക്ക് ലഭിക്കും, വലിയൊരു ആശ്വാസം അവർക്ക് ലഭിക്കും. പിൻതലമുറക്കാർ പിണ്ടോദക ക്രിയ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് വലിയ ആശ്വാസം ലഭിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ ഇങ്ങനെ വർണ്ണസങ്കരമായി പോയി കഴിഞ്ഞാൽ, അതിലൊന്നും വിശ്വാസമില്ലാത്ത ആളുകളായി പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതും കിട്ടാതെയാകും. അവരുടെ ജീവിതം നരകതുല്യമായിട്ട് മാറും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വർണ്ണസങ്കരത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ശീലപ്രഭാതന് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഭക്തിയുടെ ജീവിതത്തിൽ ഏർപ്പെടാത്തവർക്ക് വേണ്ടിയാണ് ഈ നിയമങ്ങളൊക്കെ. അപ്പോൾ പിണ്ടോദക ക്രിയ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭക്തി നിരന്തരമായിട്ട് പൂർണ്ണമായിട്ടും ഭഗവാനെ സേവനം ചെയ്യുന്നവർക്ക് നിർബന്ധമല്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? അവർ ദിവസവും ചെയ്യുന്നുണ്ട്, അവർ ദിവസവും വിഷ്ണു പൂജ ചെയ്യുന്നുണ്ട്, ദിവസവും വിഷ്ണുവിന് നിവേദിക്കുന്നുണ്ട്. വിഷ്ണുവിന് നിവേദിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും കിട്ടും, അല്ലെ? ഭാഗവതത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യഥാ തരോർമൂല നിഷേചനേന, ഭഗവാൻ വിഷ്ണുവിന് കൊടുക്കുക അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വലിയ മരത്തിന്റെ ചുവട്ടിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ഭാഗത്തും കിട്ടുന്നത് പോലെ ഭഗവാന് കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാന്റെ അംശമായിട്ടുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ദേവർഷി ഭൂതാപ്ത പിതൃ ദേവർഷി ഭൂതാപ്ത നൃണാം പിതൃനാം, ഭൂതജാലങ്ങള്, പിതൃക്കള്, അതേപോലെ ഋഷിമാര്, മറ്റു മനുഷ്യന്മാര്, ഇവർക്കൊക്കെ കിട്ടിക്കോളും. ഭഗവാന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അതിന്റെ അംശം കിട്ടും എന്നാണ്. അപ്പോൾ നിരന്തരമായിട്ട് ഭഗവാന്റെ സേവനം ചെയ്യുന്ന, ദിവസവും ഭഗവാന് നിവേദ്യം സമർപ്പിച്ച് വിഷ്ണു പ്രസാദം സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് അവർ ദിവസവും അവരുടെ പിതൃക്കൾക്ക് വലിയ സേവനം ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അവർ വർഷത്തിൽ ഒരിക്കലല്ല, ദിവസവും അവർ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർഷത്തിൽ ഒരിക്കൽ നമ്മൾ ശ്രാദ്ധം എന്ന് പറഞ്ഞിട്ട് എന്താണ് ചെയ്യുന്നത്? വിഷ്ണു പൂജ ചെയ്ത് ആ നിവേദ്യം, ആ പ്രസാദം അവർക്ക് പിതൃക്കൾക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദിവസവും വിഷ്ണുവിന് നിവേദിക്കുന്നവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പിതൃക്കൾക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അതിൽ ഇൻക്ലൂഡഡ് ആണ്, സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ഭക്തിയുടെ ജീവിതത്തിൽ ഏർപ്പെടാത്തവർക്ക് വിധിച്ചതുമാണ്. പക്ഷെ സംസ്കാരമുള്ള ഒരു വ്യക്തി എന്ത് ചെയ്യും? പിതൃക്കൾക്ക് വേണ്ടി ഒരു സഹായം എന്നുള്ള രീതിയിൽ വർഷത്തിൽ ഒരു പിണ്ടോദക ക്രിയ ചെയ്യും. ദിവസവും വിഷ്ണു പൂജ ചെയ്യുന്നവര് ദിവസവും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ദിവസം അവർ ചെയ്യുന്നതാണ്. 1000 പിതൃക്കളെ ക്ലേശമുക്തരാക്കാൻ അവർക്ക് കഴിയും. ഒരു ഭക്തന് 1000കണക്കിന് പിതൃക്കളെ മുക്തനാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്, അല്ലെ? കാരണം ആ ഒരു ഭക്തൻ എന്ത് ചെയ്യുന്നുണ്ട്? നിരന്തരം ഭഗവാനെ കീർത്തിക്കുന്നുണ്ട്, നിരന്തരം ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുന്നുണ്ട്, നിരന്തരം ഭഗവാന്റെ പ്രസാദം സ്വീകരിക്കുന്നുണ്ട്, നിരന്തരമായിട്ട് ഭഗവാനെ നിവേദിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ ഫലം അവരുടെ പിതൃക്കൾക്ക് ദിവസവും കിട്ടുന്നത് കൊണ്ട് അവരുടെ എല്ലാവിധ പാപങ്ങളും തീർന്ന് അവർക്ക് എല്ലാവർക്കും മുക്തി കിട്ടാനുള്ള അവസരമാണ് ഒരു ഭക്തൻ മൂലം ആ പിതൃക്കൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് അവർ പ്രത്യേകം അവർക്ക് സേവനം ചെയ്തിട്ടില്ലെങ്കിലും യാതൊരു ദോഷവുമില്ല എന്നാണ് പറയുന്നത്. അവർക്ക് അങ്ങനെ കടമ ചെയ്യേണ്ട ആവശ്യമില്ല എന്നിവിടെ ഭാഗവതത്തിൽ എടുത്തു പറയുന്നു. ആ ശ്ലോകം 11ാമത്തെ സ്കന്ധത്തിൽ 5ാമത്തെ അധ്യായം 41ാമത്തെ ശ്ലോകം ശീലപ്രഭാതർ ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ദേവർഷി ഭൂതാപ്ത നൃണാം പിതൃണാം ന കിങ്കരോ നായം ഋണീചരാജൻ സർവാത്മനായ ശരണം ശരണ്യം ഗതോ മുകുന്ദം പരിഹൃത്യ കർത്തം. കർത്തവ്യങ്ങളെല്ലാം ത്യജിച്ച് മുക്തിദാതാവായ മുകുന്ദന്റെ ചരണകമലങ്ങളിൽ അഭയം തേടിയവർക്ക്, സർവാത്മന ഈ ഭക്തിമാർഗം സ്വീകരിച്ചവർക്ക്, ദേവന്മാരോടാകട്ടെ, ഋഷികൾ, ജീവജാലങ്ങൾ, കുടുംബാംഗങ്ങൾ, പിതൃക്കൾ, മനുഷ്യർ എന്നിവരോടാകട്ടെ യാതൊരു കടപ്പാടുമില്ല. എല്ലാ ബാധ്യതകളും ദിവ്യോത്തമ പുരുഷനോടുള്ള ഭക്തിയുത സേവനത്താൽ സ്വയമേവ നിറവേറ്റപ്പെടും. അപ്പോൾ എല്ലാവരോടും ഒരുപാട്, സമൂഹത്തിനോടും
മാതാപിതാക്കളോടും ഋഷിമാരോടും ഈ ശാസ്ത്രമൊക്കെ പഠിപ്പിച്ച് തന്നിട്ടുള്ള ഋഷിമാരോട് നമ്മളെ സഹായിക്കുന്ന മറ്റ് ജീവജാലങ്ങളോടൊക്കെ കടപ്പാടുണ്ട്. അവരുടെയൊക്കെ സഹായം സ്വീകരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ആ കടപ്പാടുകൾ ചെയ്യേണ്ടതാണ്. പഞ്ചയജ്ഞം പണ്ട് എല്ലാവരും ചെയ്യുമായിരുന്നു, ദിവസവും പഞ്ചയജ്ഞം. ദേവന്മാർക്കുള്ള യജ്ഞം, പിതൃക്കൾക്കുള്ള യജ്ഞം, ഭൂതഗണങ്ങൾക്കുള്ള യജ്ഞം, ഋഷിമാർക്കുള്ള യജ്ഞം, മനുഷ്യർക്കുള്ള യജ്ഞം എന്ന് പറഞ്ഞിട്ട് പഞ്ചയജ്ഞം എല്ലാ ദിവസവും ഗൃഹസ്ഥന്മാർ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ അവർക്ക് അവരുടെ പാപങ്ങൾ കൂടി വരും. പിതൃക്കളോടുള്ള കടമ അവർ നിറവേറ്റുന്നില്ല, അങ്ങനെയൊക്കെ വരും. പക്ഷെ കലിയുഗത്തിൽ അത് ആരും ചെയ്യുന്നില്ല. അതുകൊണ്ട് പിതൃക്കൾക്കും അത് ചെയ്യാത്തവർക്കും ദോഷമാണ്. പക്ഷെ ഇവിടെ ഭക്തിമാർഗം സ്വീകരിച്ച് ശീലപ്രഭാതർ പറയുന്നു, ഭക്തിമാർഗം സ്വീകരിച്ചവർക്ക്, ഭക്തിമാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നവവിധ ഭക്തിയെയാണ് ഇവിടെ ഭക്തിമാർഗം എന്ന് പറയുന്നത്. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, ആത്മനിവേദനം, പദസേവനം എന്ന് പറഞ്ഞിട്ട് 9 വിധത്തിലുള്ള ഭക്തി സേവനങ്ങളിൽ നിരന്തരം മുഴുകിയിട്ടുള്ള ഒരു വ്യക്തിക്ക് പ്രത്യേകം ഇങ്ങനെ പിതൃക്കൾക്ക് പൂജയോ അല്ലെങ്കിൽ ഋഷി പൂജയോ ദേവപൂജയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വിഷ്ണു പൂജയിലൂടെ അതൊക്കെ സ്വാഭാവികമായിട്ടും സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റാരോടും കടം വീട്ടാനില്ല. അവർ ദിവസവും കടം വീട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. എല്ലാ ബാധ്യതകളും പരമദിവ്യോത്തമ പുരുഷനോടുള്ള ഭക്തിയുത സേവനത്താൽ സ്വയമേവ നിറവേറ്റപ്പെടും. പൂർണ്ണമായിട്ടും ഭഗവാനെ സേവനം ചെയ്യുന്ന വ്യക്തികളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നിരന്തരം ഞാൻ ഭക്തിയിൽ കുറച്ചെന്തെങ്കിലും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ഒരു കടമയും ഇല്ല എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കില്ല. ഇവിടെ ശിലപ്രഭാതർ എടുത്തു പറയുന്നുണ്ട്, ശരണകമലങ്ങളിൽ അഭയം തേടിയവർക്ക് സർവാത്മന ഈ ഭക്തിമാർഗം സ്വീകരിച്ചവർക്ക്, സർവാത്മന പൂർണ്ണമായിട്ടും ഈ ഭക്തിമാർഗം സ്വീകരിച്ചവർക്ക് ആ കടങ്ങളൊക്കെ നിറവേറ്റപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് വലിയൊരു കാര്യം, ഭക്തന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക കാര്യമാണ് ഇവിടെ ശീലപ്രഭാതർ പറഞ്ഞിട്ടുള്ളത്. അർജുനൻ പറഞ്ഞിട്ടുള്ളത് വർണ്ണസങ്കരത്തിന്റെ കാര്യമാണ്. വർണ്ണസങ്കരം വന്നു കഴിഞ്ഞാൽ പിതൃക്കൾക്കൊന്നും കിട്ടില്ല, അവരുടെ ജീവിതം കൂടുതൽ ദുരിതമായിട്ട് തീരും. കലിയുഗത്തിൽ അങ്ങനെ വർണ്ണാശ്രമ വ്യവസ്ഥ ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ പിതൃക്കളുടെ കാര്യം ഇത് പറഞ്ഞതുപോലെ തന്നെയാണ്, അർജുനൻ പറഞ്ഞതുപോലെ തന്നെയാണ്. അപ്പോൾ ഒരേ ഒരു മാർഗമേ ഉള്ളൂ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന്, ഭഗവാന്റെ സേവനം ചെയ്യുക എന്നുള്ളതാണ്. നിരന്തരമായിട്ടുള്ള ഭഗവാന്റെ സേവനം ചെയ്യുന്നവർക്ക് അവരോടുള്ള കടമയൊക്കെ, പിതൃക്കളോടുള്ള കടമയൊക്കെ സ്വാഭാവികമായിട്ടും നിറവേറ്റാൻ സാധിക്കുമെന്നാണ് ഭാഗവതത്തിൽ നിന്നും ശിലപ്രഭാതർ നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി വായിക്കാം. 42ാമത്തെ ശ്ലോകം. ദോഷൈരേതേ കുലഘ്നാന വർണ്ണസങ്കരകാരകേ ഉത്സാദ്യന്തേ ജാതിധർമ്മ കുലധർമാശ്ച ശാശ്വതാഃ. ശ്ലോകം വിവർത്തനം വായിച്ചോളൂ, അതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി, വായിക്കട്ടെ. യെസ്, ഗീതാ മാതാജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ദോഷൈരേത്യൈ കുലഘ്നാനാം വർണ്ണസങ്കരകാരകൈ ഉത്സാദ്യതേ ജാതിധർമ്മ കുലധർമാശ്ച ശാശ്വതാ. ഭക്തിവേദാനന്ദ സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. കുടുംബ പാരമ്പര്യം നശിപ്പിക്കുന്നവരുടെ ദുഷ്കർമ്മങ്ങളാൽ ആർക്കും വേണ്ടാത്ത ശിശുക്കൾ ഉണ്ടാകുന്നു. തന്മൂലം എല്ലാ തരത്തിലുമുള്ള സാമൂഹ്യ പുരോഗമന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും പാടെ നശിച്ചു പോകുന്നു. ഭാവാർത്ഥം: ജനങ്ങൾക്കായുള്ള സാമൂഹ്യ പുരോഗമന പദ്ധതികളും വർണ്ണാശ്രമധർമ്മം അഥവാ സനാതനധർമ്മം നിർദ്ദേശിക്കുന്ന കുടുംബക്ഷേമ പ്രവർത്തനങ്ങളുമെല്ലാം മനുഷ്യന്റെ ആത്യന്തിക മുക്തിയെ ലക്ഷ്യമാക്കി രൂപീകരിച്ചവയാണ്. നിരുത്തരവാദികളായ സാമൂഹ്യ നേതാക്കൾ ആ സനാതനധർമ്മ പാരമ്പര്യത്തെ തകർക്കുന്നത് സമുദായത്തിൽ കുഴപ്പങ്ങൾക്കിടയാക്കുകയും ക്രമേണ ജീവിത ലക്ഷ്യമായ വിഷ്ണുപദത്തെ തന്നെ ജനങ്ങൾ മറക്കാനിടയാവുകയും ചെയ്യും. അന്ധരായ അത്തരം നേതാക്കളെ പിന്തുടരുന്നവർക്ക് നാശമാണ് ഫലം. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു ഗീതാ മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഒരു മനുഷ്യൻ അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട കാര്യം ചെയ്യാതെ മറ്റുള്ള ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം ചെയ്താലും
അതെല്ലാം നശിച്ചു പോകും. അതിനൊന്നും യാതൊരു നിലനിൽപ്പും ഇല്ലാതായി പോകും. അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാതായി പോകും എന്നാണ് ഇവിടെ അർജുനൻ പറയുന്നത്. അല്ല, ആത്മീയമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി സംസ്കാര പ്രക്രിയകൾ ചെയ്തിട്ടില്ലെങ്കിൽ, അത് ചെയ്യാതെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, സാമ്പത്തിക ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ മറ്റ് സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ചെയ്താലും അതെല്ലാം പ്രകൃതി നശിപ്പിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ഇല്ലാണ്ടായി പോകും എന്നാണ് പറയുന്നത്. നേരത്തെ തന്നെ ശിലപ്രഭാതർ 40-ാമത്തെ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ പുരോഗതി, കൃത്രിമമായിട്ടുള്ള പുരോഗതി, മനുഷ്യൻ മാനുഷിക നിലവാരത്തിലേക്ക് വരാതെ പുറത്ത് മാത്രം പുരോഗതി പ്രാപിച്ചവരാണെന്ന് മേനി നടിക്കും. അവർക്ക് യാതൊരു സാംസ്കാരികമായിട്ടുള്ള ഉയർച്ചയുമില്ല. അങ്ങനെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്തുണ്ടാവും? പ്രകൃതിയിൽ മനുഷ്യവർഗത്തെ യുദ്ധവും പകർച്ചവ്യാധിയും അടിക്കടി ക്ഷയിപ്പിക്കാൻ തുടങ്ങും. എല്ലാം ഒരു യുദ്ധം കൊണ്ട് പോകും എന്നാണ് പറയുന്നത്. ഒരു വലിയ പകർച്ചവ്യാധി വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടെല്ലാം തീർന്നു പോകും. അതുവരെ ഉള്ള പരിശ്രമമൊക്കെ എന്തായി പോകും? ഇല്ലാതായി പോകും. അല്ലെങ്കിൽ ഒരു യുദ്ധം വന്നാൽ മതി, ഒരു വലിയ പകർച്ചവ്യാധി വന്നാൽ മതി, അതുകൊണ്ടെല്ലാം ഇല്ലാതായി പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ ആത്മീയമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാതെ ഭൗതികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതെല്ലാം വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെ ഇല്ലാതായി പോകുമെന്നാണ് ഇവിടെ അർജുനൻ പറയുന്നത്. അപ്പോൾ അർജുനൻ എത്രയോ വർഷം മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴും അത് സത്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കും. ഇന്നത്തെ പ്രസന്റ് കണ്ടീഷനിലും ഇത് ഏറ്റവും ആപ്ലിക്കബിൾ ആണ്, അല്ലെ? ഒരു പുരാതന കാലത്ത് പണ്ടെന്തോ പറഞ്ഞു വെച്ച കാര്യമല്ല. ഇപ്പോഴും വളരെ സത്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കും. ദോഷൈരേതേ കുലജ്ഞാനം വർണ്ണസങ്കരകാനകൈ ഉത്സാദിന്റെ ജാതിധർമ്മ കുലധർമാശ ശാശ്വത. അങ്ങനെയുള്ള എല്ലാ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളും, തന്മൂലം എല്ലാ തരത്തിലുള്ള സാമൂഹിക പുരോഗമന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും പാടെ നശിച്ചു പോകുമെന്നാണ്. എല്ലാം ഒറ്റയടിക്ക് ഇല്ലാതാകും എന്നാണ് ഇവിടെ അർജുനൻ നേരത്തെ തന്നെ പറയുന്നത്. അപ്പോൾ ഇത് അർജുനന്റെ ഒരു ദീർഘവീക്ഷണമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അർജുനൻ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്? അർജുനൻ സ്വന്തം അനുഭവം വെച്ചിട്ടാണോ പറയുന്നത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഭവതീത്യ അനുശുശ്രുമ. ഇതൊക്കെ ഞാൻ ഗുരുപരമ്പരയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഒരു വ്യക്തിക്ക്, ഒരു മനുഷ്യന് സ്വന്തം അനുഭവത്തിലൂടെ മാത്രം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കില്ല, അല്ലെ? ഞാൻ അനുഭവിച്ചേ മനസ്സിലാക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വ്യക്തിക്ക് യഥാർത്ഥ ജ്ഞാനം ലഭിക്കുന്നത് ഗുരുപരമ്പരയിലൂടെ കേട്ട് മനസ്സിലാക്കിയിട്ടാണ്, വിശ്വാസപൂർവം കേട്ട് മനസ്സിലാക്കിയിട്ടാണ് ആ ഒരു വ്യക്തിക്ക് ജ്ഞാനം ഉണ്ടാകുന്നത്. അർജുനനും അതേ പാതയാണ് പിന്തുടർന്നത്. അനുഭവജ്ഞാനത്തിന് വേണ്ടി നിന്നിട്ടില്ല അർജുനൻ. അനുഭവിച്ചാലേ പഠിക്കൂ എന്നുള്ള രീതിയിൽ അർജുനൻ നിന്നിട്ടില്ല. ഞാൻ ഇത് കേട്ട് മനസ്സിലാക്കിയതാണ് എന്ന് അർജുനൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. നമുക്ക് അടുത്ത ദിവസം വായിക്കാം. നമുക്കത് ഇവിടെ വായിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ശ്ലോകം വായിക്കാം.